BJP നേതൃത്വത്തോട് ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിച്ചല്ലോ, എന്താ ആൻസർ ചെയ്യാൻ? അതുപോലെ പഞ്ചായത്തുകളിലെല്ലാം അത്തരത്തിലുള്ള കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ പരാജയമെന്ന് പറയുന്നത്. ഞങ്ങൾ ആ കാര്യങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട്, ഞങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കെട്ടിവെച്ച നുണയാണ് അവർ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചൊന്നും പത്രത്തിൻ്റെ മുമ്പാകെ ഒന്നും പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം SLR പിണറായി മോഡിയും ഒത്തും ഏർപ്പാട് ചെയ്താണെന്നൊക്കെ പറഞ്ഞാൽ ഈ SIR-ന് വേണ്ടി ഈ കേരളത്തിൽ ആദ്യം ശബ്ദിച്ചത് ഗവൺമെൻറ്റാണ്. SIR-എതിരായി ശക്തമായി സുപ്രീം കോടതി പോയത് കേരള ഗവൺമെൻറ്റും അതേപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി CPIM ആണ്. വേറെ ആരാ പോയത്? ഞങ്ങളതിൻ്റെ അപാകതകളെ അതിശക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പം മെനഞ്ഞാന്ന് ഞങ്ങൾ സമരം നടത്തി ഇടതുപക്ഷ ജനാധിപത്യം. അത് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ച അതിപ്പോൾ കേരളത്തിൽ വരുമ്പോഴല്ല, ബീഹാറിൽ നടത്തിയപ്പോൾ അതിനെ എതിർത്താണ്. പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ശക്തമായി അത് നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഗവൺമെൻറ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത്. ഭരണഘടനാ വിരുദ്ധമെന്ന് പാർലമെന്റിനകത്ത് അമിത്ഷാ പറഞ്ഞു, നടപടി എടുത്തോളാൻ പറഞ്ഞു. ആരാ വേറെ ശബ്ദിച്ചത്? അക്ഷരം മിണ്ടിയിരുന്നോ ലീഗുകാരെന്ന്? വേറെ എന്തൊക്കെ സംസാരിച്ചിരുന്നു? അപ്പോൾ വർഗീയത ഇളക്കി വിട്ട്, വർഗീയതയെ കൂട്ടുപിടിച്ച്, വർഗീയത പൂർണ്ണമായും ഇപ്പുറത്ത് ഇളക്കി വിട്ട് ഒരു തരത്തിലും ജനാധിപത്യത്തിൻ്റെ ഒരു മര്യാദയും പാലിക്കാതെയുള്ള കള്ളപ്രചരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. ഞങ്ങളൊരു രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് നേരിടുന്നവരാണ്. കള്ളത്തരം പറയേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. വസ്തുതയെ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ സംസാരിക്കും. ഇപ്പം ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന കുറച്ച് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞതിനെ സംബന്ധിച്ച് ഞങ്ങളത് അംഗീകരിക്കുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് കേരളം ഇനി നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. ഈ കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ കേരളത്തിലെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ അർഹതയുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആനുകൂല്യങ്ങൾ നൽകി അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി തയ്യാറായ ഗവൺമെൻറ്റിൻ്റെ ഈ ആനുകൂല്യങ്ങളെല്ലാം നിലനിൽക്കണമെങ്കിൽ ആര് വരണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ, ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ 110 സീറ്റ് നേടി കേരളത്തിലെ 3ാം തവണ ഭരണത്തിൽ വരുമെന്ന് പറഞ്ഞല്ലോ. ആ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് പൂർണ്ണമായിട്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ 5 സീറ്റുകളിൽ RJDയെ തോൽപ്പിച്ചതുകൊണ്ട് പരാതി സീറ്റുകൾ നൽകിയിരുന്നു. അവർ ഈ പറഞ്ഞ യാത്ര നിന്ന് വിട്ടു നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അവരുടെ പരാതി പരിഹരിക്കപ്പെട്ടോ, അല്ലെങ്കിൽ അതിലൊരു ഒത്തുതീർപ്പായിട്ടുണ്ടോ നിലവിലെ പരാതി? ആളുകൾ ചോദിക്കുമ്പോൾ ഞങ്ങളെ മുന്നണിയിലെ നേതാവ് RJDയുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ ഉണ്ട്. നിങ്ങൾ അങ്ങനത്തെ ഒരു വിഷയം ഇക്കാര്യത്തിലില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ് RJD.